ഞങ്ങളപ്പം സോഫോളജി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണുള്ളത് കാർഡിഫിൽ. ഞങ്ങൾ പുതിയൊരു വീട് വാങ്ങിയായിരുന്നു. അതിലേക്ക് എന്തെങ്കിലും സോഫ നമുക്ക് പറ്റിയതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ ചാരിറ്റി ഷോപ്പിൽ നിന്നൊക്കെയാണ് ആദ്യം നോക്കിയത്, പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കടയുണ്ടെന്ന് കേട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര പോഷാട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയോ നമ്മളിങ്ങനെ വലിയ വലിയ ഹൈഫൈ ഹോട്ടൽ സെറ്റിങ്സിലൊക്കെ ഇടുന്ന പോലത്തെ ഉള്ള ഇതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളിന്ന് ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ എങ്കിലും നമുക്ക് എല്ലാം ഒന്നിനും മെച്ചമാണ് കേട്ടോ. ഒന്നിനൊന്നും ഇതായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വേണമെന്ന്. പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് എല്ലാ സോഫയും. ഈ സോഫയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സോഫയ്ക്കും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ്, ഓരോ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ്. ഇതെല്ലാം ഇത്രയും വെറൈറ്റീസിൽ ഇവരിത് ചെയ്തു തരും. ഏത് കളേഴ്സ് വേണമെങ്കിലും ഏത് ടെക്സ്ചർ വേണമെങ്കിലും ചെയ്തു തരും. എത്ര സീറ്റ്, 2 സീറ്റർ സോഫ നമുക്ക് 3 ആക്കാം, 4 ആക്കാം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഐക്കയിലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും നമുക്കത് കണക്ട് ചെയ്യാനും അതിൻ്റെ നമ്മൾ ഡെലിവറി ചെയ്യാനും ഒരു സമയം എടുക്കും. അതിനുശേഷം പിന്നെ എന്തായാലും പറയണേ, അസംബിൾ ചെയ്യാനും ഭയങ്കരമായിട്ട് സമയം എടുക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ പക്ഷേ ഈ എന്താ പറയാ, റേറ്റ് ഒരു പ്രശ്നമാണ്. പക്ഷെ അടിപൊളിയാണ്. ഇവിടെ സോഫ കാണാൻ വരുന്നവർക്ക് ഒരു ഒന്നല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ടീ ഓർ കോഫി ഇവർ പറയും ഏതെങ്കിലും ഒന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാം. കാരണം എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ രണ്ട് എൻജോയ് ചെയ്ത് കാണട്ടെ എന്നുള്ള രീതിയിൽ കേട്ടോ. സെക്കൻഡ് ഫ്ലോർ ആട്ടോ. മൊത്തം ഇത് 2 ഫ്ലോർസ് ഉണ്ട്. നമ്മൾ താഴേന്ന് പോലെ ആലോചിക്കുക വീട് പിടിച്ചാലോ എന്താണ്. പിന്നെ മുകളിലേക്കും കൂടെ വന്നപ്പോൾ കണ്ണം ജിപ്പിക്കുന്ന കാഴ്ചകളാണ്. എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ പിടിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ എനിക്ക് തോന്നി. താഴെയുണ്ട്, താഴെ ഇതിലും വലിയ വിശാലമായ ഷോറൂമാണ്. അതും കാണിക്കാം കേട്ടോ. നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയൊക്കെ ഒരു ഡ്രീം ഹോമിലൊരു സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നമുക്കിവിടെ എന്താ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാം. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിക്ലൈനറാണ്. അതെ, സോഫ റിക്ലൈനറാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റിന്റെ സംഭവങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിങ്ങനെ മാറി മുന്നോട്ട് വരും. കിടന്നൊക്കെ ചെയ്യണം. തിരിച്ചു പോകുന്നു. ഹെഡ് റെസ്റ്റ് ചെയ്യാനുള്ളത് അടിപൊളിയാ. അപ്പൊ ഫൈനലി ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചൊരു സോഫ ഉണ്ട് കേട്ടോ. ഇതിലേതായിരിക്കും ഞങ്ങൾ എടുത്തതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ?